ഏതൊരു പി എസ് സി കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിലബസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. അതിലേറെ പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫയേഴ്സ്. എത്ര പഠിച്ചു കഴിഞ്ഞാലും തീരാത്ത കറണ്ട് അഫയേഴ്സ്. ഇതൊക്കെ മറികടന്ന് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് എക്സാം ഹാളിലേക്ക് പോകുമ്പോഴാണ് പല കാര്യങ്ങളും മറന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള വലിയൊരു പെയിൻ പോയിന്റിലൂടെയാണ് പല പി എസ് സി കാൻഡിഡേറ്റ്സും കടന്നു പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് AI എങ്ങനെയാണ് പി എസ് സി ആസ്പിറന്റ് ആയ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ പോകുന്ന പല ഘട്ടങ്ങളിലൂടെയും AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്റ്റഡിക്ക് എങ്ങനെ, ലേണിങ്ങിന് എങ്ങനെ, റിവൈസ് ചെയ്യാൻ എങ്ങനെ, മെമ്മറൈസ് ചെയ്യാൻ എങ്ങനെ, കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങിയ ഓരോ ഘട്ടങ്ങളിലും AI എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ മുഴുവനായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ യൂസ് കേസിലേക്ക് പോകാം. അത് ലേണിംഗ് ആണ്. പലപ്പോഴും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടാകും. ടിപ്പിക്കൽ എല്ലാ ആളുകളും ഏതെങ്കിലും ചാറ്റ് ബോർഡ്, അത് ജെമിനി ആവാം, ChatGPT ആവാം, DeepSeek ആകാം, ഇതിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ടുകളോട് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നതാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. കാരണം നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള ഔട്ട്പുട്ട് പലപ്പോഴും കിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജെമിനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എക്സ്പ്ലെയിൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ് സിമ്പിൾ ഇൻ മലയാളം ഗുഡ് ബട്ട് ജനറിക്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുള്ളത്. ഇതായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും പല ആളുകളും ഇത്തരത്തിലുള്ള ചാറ്റ് ബോർഡുകളോ ചോദിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് ഇങ്ങനെ ചോദിക്കുന്നത് വഴി ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉത്തരം കിട്ടണം എന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോർഡുകളെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ എൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോർഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജെംസ്. ജെമിനിയിലുള്ള ഒരു ഫീച്ചറാണ് ജെംസ്. ഞാനിവിടെ എൻ്റെ ജെംസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജെംസ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ PSC മെൻറ്റർ എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടിനെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. ശേഷം ഞാൻ നേരത്തെ ചാറ്റ് ബോട്ടിൽ ചോദിച്ച അതേ പ്രോംപ്റ്റ് ഇവിടെയും ചോദിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാറ്റിംഗ് വിത്ത് നോർമൽ ചാറ്റ് ബോട്ട് ആൻഡ് വിത്ത് കസ്റ്റമൈസ്ഡ് ചാറ്റ് ബോട്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് ചാറ്റ് ബോട്ട് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ കാണാം. അപ്പം നേരത്തെ നമ്മൾ കൊടുത്തതിന് നമ്മൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം മലയാളത്തിൽ ജനറിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് പലപ്പോഴും നമ്മളുടെ ലേണിങ്ങിന് അനുകൂലമാവില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ PSC മെൻറ്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് വായിക്കാം. ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. നമ്മൾ മഴയത്ത് പുറത്തിറങ്ങുമ്പോൾ നനയാതിരിക്കാൻ ഒരു കുട ഉപയോഗിക്കാറില്ലേ, അതുപോലെ സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം പൗരന്മാരോട് അനീതി കാണിച്ചാൽ അതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന കുട അല്ലെങ്കിൽ കവചമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. പിന്നെ പ്രധാന പോയിന്റുകൾ തന്നിട്ടുണ്ട്. മലയാളത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇനി PSCക്ക് ചോദ്യം വരുന്ന രീതിയാണ് മൂന്നാമത് തന്നിട്ടുള്ളത്. മാതൃക 1, ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഉത്തരം പാർട്ട് 3. ഇവിടെ പാർട്ട് 3 പറയുന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി അതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾക്ക് ഓർമ്മിക്കാൻ ഒരു ട്രിക്കും തന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഓർമ്മിക്കേണ്ട രീതിയിലുള്ള ട്രിക്കുകളും തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ rather than asking some random question to any chatbot, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് ആയ ജെംസിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ജെംസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ജെംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ജെമിനി ഓപ്പൺ ചെയ്യുക. ജെമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ആപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജെംസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ക്രോമിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ജെംസ് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും ഒക്കെ കാണിക്കും. ജെംസ് എന്നുള്ള ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ന്യൂ ജെം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ ജെം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിനൊരു പേര് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക.
പിന്നെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഞാനിത് പറഞ്ഞുതരാം. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ചാറ്റ് ബോട്ട് ഉപയോഗിക്കുന്നത് അതാണ് ഈ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് PSC മെൻറ്റർ ആണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഉപയോഗിച്ച ഇൻസ്ട്രക്ഷൻസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഇൻസ്ട്രക്ഷൻസ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോങ് പ്രോംപ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം ഞാനിവിടെ എന്താ എക്സ്പ്ലെയിനിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളത്. ഇത് വിശദീകരണം തന്നു, പ്രധാനപ്പെട്ട പോയിന്റുകൾ വന്നു, PSCക്ക് ചോദ്യം വരുന്ന രീതി പറഞ്ഞു തന്നു, മെമ്മറൈസ് അതായത് അത് ഓർമ്മിക്കേണ്ട ഒരു ട്രിക്കും നമ്മൾക്ക് പറഞ്ഞു തന്നു. സീ ദ ഡിഫറെൻറ്റ്. അപ്പം അതാണ് നിങ്ങൾ ലേണിങ്ങിൽ നിങ്ങൾക്ക് ജെംസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഓപ്ഷൻസ് കൂടി ഉണ്ട് നമ്മൾക്ക്. ഗൈഡഡ് ലേണിംഗ് എന്ന് പറയുന്നതാണ് മറ്റൊരു ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് പുതിയൊരു കാര്യം PSC റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ ജെംസിൽ ഇതിന് ഒരു ഓപ്ഷൻ ഉണ്ട്, ഗൈഡഡ് ലേണിംഗ്. അപ്പം ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് മോർ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഗൈഡഡ് ലേണിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗൈഡഡ് ലേണിംഗ് ചൂസ് ചെയ്തു. ഇനി എന്താണോ നമ്മൾക്ക് പഠിക്കേണ്ടത് അതിവിടെ കൊടുക്കുക. അപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ആണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനി എൻ്റർ അടിച്ചു. ഈ ഒരു രീതി നമ്മളിപ്പോൾ ഗൈഡഡ് ലേണിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു AI അസിസ്റ്റൻറ്റിൻ്റെ കൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഗൈഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരും. അപ്പോൾ അതിൽ നിന്ന് ഫർദർ കാര്യങ്ങൾ നമുക്ക് ഏതിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് അത് നമ്മൾ നമ്പർ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഫർദർ ഇതിനോട് ചോദിച്ചിട്ട് പഠിക്കുന്നതാണ് ഗൈഡഡ് ലേണിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷന്. അപ്പോൾ ഇനി ഇതിൽ ഏതാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് വെച്ചാൽ ആ നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നാമത്തേതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ 1 കൊടുക്കുക, 2 അല്ലെങ്കിൽ 2. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു AI അസിസ്റ്റൻറ്റ്, ടെക്സ്റ്റലായിട്ടുള്ള AI അസിസ്റ്റൻറ്റ്, AI ഗൈഡഡ് ലേണിംഗ് ആണ് ഈ ഒരു ഓപ്ഷന്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ലേണിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡീപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള സിലബസിൻ്റെ എന്ത് ഡീപ്പായിട്ട് പഠിക്കുന്നതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇറ്റ്സ് നെയിം ഈസ് നോട്ട്ബുക്ക് LM. ഓക്കെ, നോട്ട്ബുക്ക് LM നിങ്ങൾക്ക് ബ്രൗസറിൽ ഉപയോഗിക്കാം, ഫോണിൽ ആപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ നോട്ട്ബുക്ക് LM എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ട്രൈ നോട്ട്ബുക്ക് LM ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം ചാറ്റ് ബോട്ടുകളിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹലൂസിനേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് റിലേറ്റഡ് അല്ലാത്ത പല ആൻസേഴ്സും തരും. പക്ഷെ നോട്ട്ബുക്ക് LMൻ്റെ പ്രത്യേകത നമ്മൾ എന്ത് സോഴ്സ് ആണോ ആദ്യത്തിൽ കൊടുക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമുള്ളൂ തരും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സിലബസ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ജിയോഗ്രഫിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇതിൻ്റെ സോഴ്സ് പേജ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനോട് എന്ത് ചോദ്യം ചോദിച്ചാലും ആ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സ് പേജിൽ നിന്നുള്ളത് മാത്രമുള്ളൂ തരിക എന്നുള്ളതാണ് നോട്ട്ബുക്ക് LMൻ്റെ പ്രത്യേകത. നോട്ട്ബുക്ക് LM ഫുള്ളി ലേണിംഗ് പർപ്പസിന് മാത്രമായിട്ട് നിർമ്മിച്ചതാണ്. അപ്പം ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ്സിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കേരള ഹിസ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ചാപ്റ്റർ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കേരള ഹിസ്റ്ററിൻ്റെ ഒരു ചാപ്റ്റർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഇവിടെ ചാറ്റ് ബോട്ടിനോട് ചോദിക്കാം. ദ കീ പോയിന്റ്, ദ ഗോൾഡൻ റൂൾ ഈസ് ദാറ്റ് എന്താ വെച്ചാൽ ഇവിടെ എന്ത് ചോദിക്കുന്നതും ഞാൻ കൊടുത്ത സോഴ്സ് പേജിൽ നിന്ന് മാത്രമുള്ള തരിക. അപ്പോൾ ഔട്ട് ഓഫ് ദ സിലബസ് ഒരിക്കലും ഈ നോട്ട്ബുക്ക് ഉപയോഗിക്കുമ്പോൾ പോകില്ല. അപ്പം നമുക്കിവിടെ പറയാം, ഗീവ് മീ ദ കീ പോയിന്റ്സ് ഫ്രം ദിസ് PDF. ഈ ഒരു PDF കീ പോയിന്റ്സ് തരാൻ പറയാം. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ചാറ്റ് ബോട്ടുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചാറ്റ് ബോട്ട് നോട്ട്ബുക്കിലെ ചാറ്റ് ബോട്ടാണ്. അതാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഔട്ട് ഓഫ് ദ സിലബസ് പോവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇത് മാത്രമല്ല, ചാറ്റ് ബോട്ട് മാത്രമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോ എന്നുള്ളൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന പല ടൂളുകളും ഉണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ച ആ ഒരു പ്രോംപ്റ്റിന് റിസൾട്ട് തന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നു.
ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത നമുക്കിത് ഏത് ലാംഗ്വേജിലും ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ലാംഗ്വേജ് മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലോ ഏത് ഭാഷയിലേക്കും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സോഴ്സ് പേജ് ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്കതിവിടെ മലയാളത്തിൽ വായിക്കാൻ പറ്റും എന്നുള്ളതാണ് നോട്ട്ബുക്ക് LMന്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റഡി ഗൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് അതായത് നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ട ഗൈഡൻസ് ഇത് തരും. അതിനിവിടെ റിപ്പോർട്ട്സിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി ഗൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ഗൈഡ് ഇതെന്ത് ചെയ്യും, നിർമ്മിച്ചു തരും. സ്റ്റഡി ഗൈഡ് എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്, മെയിൻ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാതും നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ട ഗൈഡൻസ് മുഴുവൻ തരുന്നതാണ് സ്റ്റഡി ഗൈഡ്. ഇനി ഇവിടുത്തെ ചാറ്റ് ബോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടോ കേരള ഹിസ്റ്ററിനെ കുറിച്ചിട്ടോ അതിൻ്റെ സോഴ്സ് പേജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചോദ്യങ്ങൾ വരണം എന്നും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ചോദിക്കാം. PSCക്ക് ചോദിക്കുന്ന രീതിയിലാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പറഞ്ഞിരണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത സ്റ്റഡി ഗൈഡിന് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് നോക്കാം. കേരള നവോത്ഥാനം ഒരു പഠന സഹായി, ഇനി ലഘു ചോദ്യോത്തരങ്ങൾ, ഉത്തര സൂചിക, ഉപന്യാസ ചോദ്യങ്ങൾ, പദാവലി, അങ്ങനെ എല്ലാതും, അതായത് നമ്മൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്റ്റഡി ഗൈഡിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ച് ഒരു അവയർനെസ് ആദ്യം ഉണ്ടാക്കി വെക്കണം. അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓഡിയോ ഓവർവ്യൂ. ഓഡിയോ ഓവർവ്യൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ഇവിടെ സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓഡിയോ ഓവർവ്യൂ 2 പേര് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് വിധേന കേൾക്കണം എന്നുണ്ടെങ്കിൽ ഓഡിയോ ഓവർവ്യൂ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെയും ഭാഷ നമ്മൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മലയാളം കൊടുത്തു, ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അത് എനിക്ക് എന്തുണ്ട്, അതിൻ്റെ ഓഡിയോ ഓവർവ്യൂ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി ഇതേപോലെ നല്ല ഹെൽപ്ഫുള്ളായി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് PSC ആസ്പിറൻസിനൊക്കെ ഉണ്ടാവുന്നതാണ് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോൾ ആദ്യം ഏതാ സംഭവിച്ച് പിന്നെ ഏതാ സംഭവിച്ച് എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് മൈൻഡ് മാപ്പ് എന്നുള്ളത്. അതായത് ആ എൻറ്റയർ കാര്യത്തെ മാപ്പ് ചെയ്ത് തരുന്നതാണ് മൈൻഡ് മാപ്പ്. അപ്പം നിങ്ങൾക്ക് ഹിസ്റ്ററി ടൈപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഏത് സംഭവിച്ച് പിന്നെ ഏത് സംഭവിച്ച്, ഒന്നാമതുണ്ടായ സംഭവത്തിൽ നിന്ന് ഉണ്ടായ 2 കാര്യങ്ങൾ ഏതൊക്കെ ഒക്കെ മൈൻഡ് മാപ്പ് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഫ്ലാഷ് കാർഡ്. അതായത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കി, ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ് രൂപത്തിൽ കാണിച്ചു തരികയാണെങ്കിൽ ഉണ്ടാവും. അതിനുള്ള ഫംഗ്ഷനാണ് ഇവിടെ ഫ്ലാഷ് കാർഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും വരുന്നുള്ളൂ. അപ്പം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് റിപ്പോർട്ട്സിൽ ഞാൻ നേരത്തെ സ്റ്റഡി ഗൈഡ് കാണിച്ചല്ലോ. അതേപോലെ തന്നെ ബ്രീഫിംഗ് ടോക്കൺ, അതായത് ലോങ് ആയിട്ടുള്ള എസ്സേകൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്രീഫ് വേണമെങ്കിൽ ഈ ബ്രീഫിംഗ് ടോക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മൈൻഡ് മാപ്പ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കേരള നവോത്ഥാന ഭൂപടാണ്. അപ്പോൾ കേരള റിനൈസൻസിനെ 5 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇവർ. ഓക്കെ, ശ്രീനാരായണ ഗുരു, SNDP മൂവ്മെൻറ്റ്, കീ സോഷ്യൽ റിഫോമേഴ്സ്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ് പോയിന്റുകൾ വരും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സബ് പോയിന്റുകൾ വരും. ഇനി ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് റിലേറ്റഡ് ആയ നെക്സ്റ്റ് സബ് പോയിന്റുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സബ് പോയിന്റുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നോട്ട്ബുക്ക് LMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്ക് എൻറ്റയർ നോട്ടിനെ മൈൻഡ് മാപ്പ് ചെയ്ത് തന്നു. അപ്പം നിങ്ങൾക്ക് ഏത് കാര്യം പഠിച്ചതിന് ശേഷം ഈ ഒരു മൈൻഡ് മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടും, അതിൻ്റെ ഒരു ഔട്ട്ലൈനിൽ ക്ലാരിറ്റി കിട്ടും. ഇനി ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷന് ആ സോഴ്സിൽ നിന്നുള്ളത് ഇവിടെ ചാറ്റ് ബോട്ടിൽ വരും. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് മൈൻഡ് മാപ്പിൻ്റെ പ്രത്യേകത. ഓക്കെ,
ഇനി നമുക്ക് ഫ്ലാഷ് കാർഡ് നോക്കാം. ഫ്ലാഷ് കാർഡ് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓരോരുത്തരുടെ സ്റ്റഡി രീതി വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി രീതി ഇപ്പോൾ ഫ്ലാഷ് കാർഡുകൾ വെച്ചിട്ട് പഠിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഓരോന്നും ശ്രീനാരായണ ഗുരു ജനിച്ച വർഷവും സ്ഥലം ഏതാണ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങൾക്ക് ശരിയിടാം, അറിയില്ലെങ്കിൽ തെറ്റിടാം. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നേരത്തെ നമ്മൾ കൊടുത്തതാണ് ബ്രീഫിംഗ് ടോക്ക്, അതും വരുന്നുണ്ട്. അതും ഇത്തരത്തിലുള്ളതാണ്. ആ ഒരു എസ്സേ അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ PDF ബ്രീഫായിട്ട് തരുന്നത് എന്നുള്ളതാണ് ബ്രീഫിംഗ് ടോക്ക്. അപ്പോൾ ഡീപ്പ് സ്റ്റഡികൾക്ക് നിങ്ങൾക്ക് നോട്ട്ബുക്ക് LMS ദ ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ PSC ആസ്പിരൻ്റ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പെയിൻ പോയിന്റ് ആണ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വീണ്ടും ഓർമ്മയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെങ്ങനെ AI ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് ഞാനിവിടെ ജെംസ് എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ജെമിനി ഓപ്പൺ ചെയ്തു. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ജെംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജെംസിൻ്റെയും ഇൻസ്ട്രക്ഷൻസ് ഞാൻ ബയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മെമ്മറി ട്രിക്സ് ആയിട്ട് ഞാനൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചാറ്റ് ബോട്ടിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് ഞാൻ എന്നിട്ട് സിമ്പിളായിട്ട് ഒരു കാര്യം മാത്രം, ഓർഡർ ഓഫ് കേരള ഡിസ്ട്രിക്ട് ബൈ ഫോർമേഷൻ, കേരള ഡിസ്ട്രിക്റ്റിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ എൻട്രി കൊടുത്തു. നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് എന്ന് നിങ്ങൾ ആദ്യം കാണണം. എന്നാലാണ് നിങ്ങൾക്കിത് എത്രത്തോളം യൂസ്ഫുൾ ആവുക എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഈ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഓരോ കാര്യം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജെംസിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പം നമ്മൾക്ക് ഇവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ എങ്ങനെ ഇവിടെ നമ്മൾക്ക് വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് ഫോർമേഷൻ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആദ്യം ഏതാണ്, പിന്നെ ഏതാണ്, പിന്നെ ഏതാണ് എന്നുള്ളത് നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട്. ആന എലിയെ മണ്ണിൽ ഇട്ട് വലിച്ച് പന്നിക്കിട്ടു കാട്ടിൽ. ഓക്കെ, എന്നിട്ട് അവർ ന്യായീകരണമാണ്. ആന എന്നുള്ളത് ആലപ്പുഴ, എലി എന്നുള്ളത് എറണാകുളം, മണ്ണിൽ എന്നുള്ളത് മലപ്പുറം, ഇട്ട് എന്നുള്ളത് ഇടുക്കി, വയനാട് എന്നുള്ളതിന് വലിച്ച്, പന്നിക്കിട്ടു പത്തനംതിട്ട, കാട്ടിൽ കാസർഗോഡ്. ഓക്കെ, അതിന് വീണ്ടും എന്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, ഒരു മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡിങ്സ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് സോ ഹെൽപ്ഫുൾ. ഇനി അതേപോലെ ഞാൻ മറ്റൊന്നുകൂടി ചോദിച്ചു നോക്കാം. ദ സീക്വൻസ് ഓഫ് ദ ഗവർണേഴ്സ് ജനറൽ. ഓക്കെ, അടുത്ത ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചോദിച്ചാൽ നമുക്ക് റിസൾട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇതിലിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചാറ്റ് ബോർഡിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തിനാണ് ഇതിൻ്റെ പർപ്പസ്, എന്താണ്, ഏത് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് ലോങ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മുടെ ആവശ്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടി റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് റിസൾട്ട് വരുന്നുള്ളത് എൻ്റെ മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മേക്ക് ഷുവർ ഇറ്റ്സ് അക്യുറേറ്റ്. ഇത് AI ആണ്, മേ ബി ഇറ്റ്സ് മേക്ക് എ മിസ്റ്റേക്ക്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് എയർലി ഗവേഴ്സണർ ജനറൽ സീക്വൻസും ഇവിടെ തന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് കീ, ഒരു ടാഗ്, മലയാളത്തിലുള്ള ഒരു കാര്യം തന്നിട്ടുണ്ട് നമുക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹരിയും കോഴിയും ഷോപ്പിൽ വെള്ളം ബാക്കി വെച്ച് മിണ്ടാതെ ഹെലികോപ്റ്ററിൽ ആകാശത്തൂടെ ബാംഗ്ലൂരിലേക്ക് പറന്നു. ഓക്കെ, കോഴിയും, ഇത് ഓരോ അന്നത്തെ ഗവർണേഴ്സിനെ റിമൈൻഡ് ചെയ്യിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുണ്ട്. അപ്പം ഇതും നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ജെമ്മ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം നമുക്കത് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. റിവൈസ് ചെയ്യാനും നിങ്ങൾക്കൊരു AI അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ജെമിനിയിലുള്ള ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇത്
ChatGPT ലഭ്യമാണ്. മിക്ക ചാറ്റ് ബോട്ടുകളും ഈ ലൈവ് ഇൻട്രാക്ഷൻ അവൈലബിൾ ആണ്. ഞാൻ ജെമിനായി ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ജെമിനായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ജെമിനായി ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഇതിനോട് ലൈവായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനൊരു PSC ആസ്പിറൻ്റ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററി, ഓക്കെ, ഗാന്ധിജിയുടെ കാലഘട്ടത്തിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള PSC ടൈപ്പ് ക്വസ്റ്റ്യൻസ് നീ എന്നോട് ചോദിക്കുമോ? ഞാൻ ഉത്തരം പറയാം. തീർച്ചയായും ഇതൊരു നല്ല ആശയമാണ്. ഗാന്ധിജിയുടെ കാലഘട്ടത്തിലെ ഇന്ത്യൻ ഹിസ്റ്ററി റിവൈസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലെ തന്റെ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയത് ഏതു വർഷത്തിലാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് എന്ന് പറയാമോ? എനിക്കറിയില്ല, ഉത്തരം പറഞ്ഞു തരുമോ? തീർച്ചയായും. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം 1917. നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിച്ചതിന് ശേഷം വേറെ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഈ ലൈവ് ഇന്ററാക്ഷൻ ഓൺ ചെയ്തതിന് ശേഷം ഇതുമായിട്ട് ടോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ ടു മേക്ക് എ റിവൈസ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈവ് ഇൻട്രാക്ഷൻ ഓൺ ചെയ്ത ശേഷം ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഓൺ ചെയ്ത ശേഷം നമ്മൾ എന്താണോ പഠിച്ചത് അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനോട് ചോദിക്കുക, ഇത് ഞാൻ എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ച നോട്ട്സ് തന്നെ ഇതിന് എന്ത് ചെയ്യുക, ക്യാമറ ഓൺ ആക്കിയിട്ട് കാണിച്ചു കൊടുത്താൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ, റിവൈസ് ചെയ്യാൻ ദിസ് ടൂൾ ഈസ് വെരി ഹെൽപ്ഫുൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടൂൾ പരിചയപ്പെടാം. അടുത്തത് ഏത് PSC കാൻഡിഡേറ്റ്സിനുള്ള പെയിൻ പോയിന്റ് ആണ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളത്. ഏത് സെക്ഷൻ കഴിഞ്ഞാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്താൻ പലപ്പോഴും നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് AI ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. രണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നോട്ട്ബുക്ക് LM ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നോട്ട്ബുക്ക് LM ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ക്വിസ് എന്നുള്ള പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചതിന് ശേഷം അതിൻ്റെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ PDF ലിങ്ക് കൊടുക്കാം, പ്ലെയിൻ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ അതിൻ്റെ സോഴ്സ് പേജ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ക്വിസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസ് നിങ്ങൾക്ക് മേക്ക് ചെയ്ത് തരും. അപ്പം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. നോട്ട്ബുക്ക് എല്ലാം ഓപ്പൺ ചെയ്യുക, ശേഷം ക്രിയേറ്റ് എ നോട്ട്ബുക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്താണ് നമ്മുടെ സോഴ്സ് പേജ്, ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്ക് ഉണ്ടെങ്കിൽ യൂട്യൂബ് ലിങ്ക് എടുക്കാം, അപ്ലോഡ് ഫയൽ PDF-കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഓഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ സെർച്ച് ചെയ്യാം. അത് സെർച്ച് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഞാൻ നേരത്തെ കാണിച്ചു തന്ന എല്ലാ ഫങ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾക്ക് ക്വിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതേപോലെ നമ്മൾക്ക് MCQ, അതായത് OMR ടൈപ്പ് രീതിയിലുള്ള ടെസ്റ്റുകൾ എടുക്കാൻ ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ജെംസ്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, MCQ നിർമ്മിക്കാനായിട്ട് ഒരു ജെമ്മിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏത് സബ്ജക്റ്റ് ആണോ, ഏത് സെക്ഷൻ ആണോ അത് മാത്രമേ ഞാനിവിടെ കൊടുത്താൽ മതി. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്ത ക്വിസിനും നമ്മൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? അപ്പം നമ്മൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഓക്കെ, തിരഞ്ഞെടുത്താൽ ശരിയുള്ളത് അപ്പോൾ കാണിക്കും, തെറ്റുള്ളത് തെറ്റ് അപ്പം തന്നെ കാണിക്കും. ഇനി അതിൽ തന്നെ നമ്മൾക്ക് എന്താ വെച്ചാൽ ശരിയും തെറ്റും മാത്രം കാണിച്ചു തരില്ല, ആ വർഷത്തിൽ എന്താണ് അക്യുറേറ്റ് ആയിട്ടുള്ള നടന്നിട്ടുള്ളത് എന്നുകൂടി കാണിച്ചു തരണം. അപ്പോൾ ഇത് ഒരു തരത്തിൽ നമുക്ക് വീണ്ടും റിവൈസ് ചെയ്ത് തരികയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇതേപോലെ ഓരോന്നും ഇങ്ങനെ നമുക്ക് ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസർ MCQ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് ഇവിടെ നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നോട്ട്ബുക്ക് എലമെന്റ്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കൊടുത്ത ജംസ് അതായത് ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഒരു ചാറ്റ് ബോട്ടിന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സബ്ജക്റ്റ് കൊടുത്താലും ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള MCQ നമ്മൾക്ക് ഇവിടെ നിർമ്മിച്ചു തരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻസർ കീ ലാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ ആൻസർ കീ എഴുതി വെക്കുക, എന്നിട്ട് അവസാനം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും തരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ട്രാപ്പ് നോട്ട് ഉണ്ട്, അതായത് ഇതിൽ എന്താണ് നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത്,
എന്നുള്ളത് കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യാൻ ഈ ഒരു ചാറ്റ് ബോട്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വെരി യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷനാണ് കറണ്ട് അഫയേഴ്സ്. പലപ്പോഴും ഏത് PSC കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാലും കറണ്ട് അഫയേഴ്സ് ഒരിക്കലും അവസാനിക്കില്ല. ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾക്ക് എന്ത് ചെയ്യണം, പത്രം വായിക്കണം, മാഗസീൻസ് വായിക്കണം, അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം ആ സമയത്തും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് AI-ൻ്റെ ഹെൽപ്പ് ചോദിക്കാൻ സാധിക്കും. അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം ഇവിടെ ജെമിനായി ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഡീപ്പ് റിസർച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ മോർ ടൂൾസിൽ ഡീപ്പ് റിസർച്ച്. ഈ ഡീപ്പ് റിസർച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡീപ്പ് റിസർച്ച് ഓപ്പൺ ചെയ്ത ശേഷം സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. കേരള സ്റ്റേറ്റ് കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് 30 days എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജിയോഗ്രഫി കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് 40 days എന്ന് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കിട്ടേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ശേഷം എൻട്രി കൊടുക്കാം. ഇത് അത്യാവശ്യം സമയം എടുത്തിട്ടുള്ള ഇതിന്റെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ ഡീപ്പ് റിസർച്ച് പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടൂളാണ് പെർപ്ലക്സിറ്റിയിൽ പോയിട്ട് നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതും റിസൾട്ട് കൊടുത്തരും. കേരള സ്റ്റേറ്റ് കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് 30 days എന്നുള്ള സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെയും ഡീപ്പ് റിസർച്ചിന്റെയും പ്രത്യേകത എവിടെ നിന്നാണ് ഇത് കറണ്ട് അഫയേഴ്സ് കൊണ്ടുതരുന്നത് എന്നതിന്റെ സോഴ്സ് പേജ് കൂടി നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി വിശ്വസനീയമാണ് ഇത്തരത്തിലുള്ള ടൂളുകൾ, ഡീപ്പ് റിസർച്ചും പെർപ്ലക്സിറ്റിയും. മേജർ വെൽഫെയർ, ഹെൽത്ത് എമർജൻസീസ്, അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇവിടെ കാണിച്ചു തരും. ഇപ്പോൾ കോഴിക്കോട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് NDTV എന്നാണ്, NDTVൻ്റെ സോഴ്സ് പേജിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും നമ്മൾക്ക് കാണിച്ചു തരും. അതിൻ്റെയൊക്കെ സോഴ്സ് പേജ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത ഡീപ്പ് റിസർച്ചിൽ കൊടുത്ത പ്രോംപ്റ്റിന് ഇതിപ്പോഴും ആൻസർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതേ പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജെംസും നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം ഞാൻ ഇവിടെയും ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജെംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് ജെമിനായി ഓപ്പൺ ചെയ്യുക. ശേഷം ഞാനിവിടെ എൻ്റെ ജെംസിലേക്ക് വന്ന ശേഷം കറണ്ട് അഫയേഴ്സ് ഡൈജസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് ഇനി സിമ്പിൾ പ്രോംപ്റ്റ് മാത്രം കൊടുത്താൽ മതി. അതായത് എന്തിനെ കുറിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് വേണ്ടത് എന്നുള്ളത് സിമ്പിളായിട്ട് ചോദിച്ചാൽ മതി. അതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെയൊക്കെ ഈ ജെംസ് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻസിൻ്റെ ലിങ്ക്, അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീപ്പ് റിസർച്ച് നടത്തിയിട്ടുള്ള വ്യത്യാസം കാണുന്നുണ്ടാവും. ഇത് ഇത്രയും സോഴ്സുകളിൽ നിന്നാണ് ഇത് റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത്. ഡീപ്പ് റിസർച്ചിൻ്റെ പ്രത്യേകത ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. കീപ്പ് ഇൻ മൈൻഡ്, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും, പക്ഷെ നിങ്ങളുടെ സോഴ്സ് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് റോങ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചു വെക്കുന്നത് അറിയാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ നിങ്ങൾ ആ കാര്യം എപ്പോഴും ഇത്തരത്തിലുള്ള AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് 30 days എന്നുള്ളത് ജെംസിൽ എൻ്റെ കറണ്ട് അഫയേഴ്സിനായിട്ടൊരു ജെംസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഓക്കെ, നമ്മൾക്ക് കേരള സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഓരോ സ്കീമുകളെ കുറിച്ചിട്ട്. ഇനി ഇതിൽ തന്നെ വൺ ലൈൻ ആയിട്ടും അതായത് നമ്മൾ നേരത്തെ മുകളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിരുന്നു. ഇനി വൺ ലൈൻ ആയിട്ട് നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ തന്നിട്ടുണ്ട്. മെയ് 2026 കേരള മുഖ്യമന്ത്രി ചുമതലയേറ്റ് VD സതീശൻ മണ്ഡലം പറവൂര്. പുതിയ സംസ്ഥാന മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല രമേശ് ചെന്നിത്തലക്കാണ്. അങ്ങനെ വൺ ലൈൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ക്വിസും തന്നിട്ടുണ്ട്. നമ്മൾക്ക് മോക്കായിട്ടുള്ള ക്വിസും തന്നിട്ടുണ്ട്. ആ കറണ്ട് അഫയേഴ്സ് മാത്രം തന്നതല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസും തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസറും തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് സോ മച്ച് ഹെൽപ്ഫുൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നേരത്തെ കാണിച്ചു തന്നത് തന്നെയാണ്, അതിൻ്റെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതായത് ലൈവ് ഇൻട്രാക്ഷൻ ഫങ്ഷൻ
നിങ്ങൾക്ക് പല വിധേന ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്കൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊരു മോക്ക് ഇൻ്റർവ്യൂ നടത്താൻ സാധിക്കും. അപ്പോൾ അതിനോട് ലൈവ് ഇൻട്രാക്ഷൻ ഓൺ ചെയ്തിട്ട് എന്താണ്, ഏത് എക്സാമിനാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോക്ക് ഇൻ്റർവ്യൂ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. ഇത് ഏത് ജോബിന് പോകുമ്പോഴും നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് മോക്ക് ഇൻ്റർവ്യൂ നടത്താൻ പറ്റും. അതേപോലെ തന്നെ ബട്ട് ഐ ഡോണ്ട് അഡ്വൈസ് ദിസ് കാര്യം, ഈ കാര്യം ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യൂല. അതായത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സമയത്ത് PSC ആസ്പിറൻസിനൊക്കെ ഉണ്ടാകുന്ന ചില സമയത്ത് നമ്മൾ ഡൗൺ ആകും. അപ്പോൾ ആ ഡൗൺ ആവുന്ന സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ബൂസ്റ്റിങ്ങിന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് ഇൻട്രാക്ഷൻ ഉപയോഗപ്പെടുത്തി ഇതിനോടൊരു പോസിറ്റീവ് ടോക്കിംഗ് നടത്തുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതേപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ AI ഉപയോഗിച്ചിട്ട് PSCക്കാർക്ക് ഇന്ന കാര്യം ചെയ്യാം എന്നുള്ളത് താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം താഴെ കമൻറ്റിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.